ഇനി അടുത്ത നിയമാവലി നോക്കാം. ഇഫ് ക്ലോസിൽ തന്നെ രണ്ടാമത്തെ നിയമാവലി. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസ് നോക്കാം. പാസ്റ്റ് ടെൻസ് നമുക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ പാസ്റ്റ് ടെൻസിൽ പറയാം. ഇഫ് യു ഇൻവൈറ്റഡ് ഹർ, she would come. If it rained, 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 I would cancel the trip. If you helped her, she would help you. നോക്കാം. 3 സെൻറ്റൻസ് രണ്ടാമത്തെ നിയമാവലിയാണ്. നമ്മൾ ഒരു നിയമാവലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം പാസ്റ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക. ഇഫ് യു ഇൻവൈറ്റഡ് ഹർ, ഇംപ്രോബബിൾ കണ്ടീഷൻ, സബോർഡ് ക്ലോസ് ആണ്. ഇംപ്രോബബിൾ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് സാധ്യത വളരെ കുറവാണ്. ഇഫ് യു ഇൻവൈറ്റഡ് ഹർ, നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഷീ വുഡ് കം, അവൾ വരുമായിരുന്നു. ഇത് കഴിഞ്ഞു പോയതാണ്. നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം പറയുന്ന സാധാരണ ഇംപ്രോബബിളാണ്. നേരത്തെ പ്രോബബിൾ സാധ്യതയുണ്ട്, ഇത് സാധ്യത വളരെ കുറവാണ്. നോക്കുക. ഇഫ് ഇറ്റ് റെയിൻഡ്, ഐ വുഡ് ക്യാൻസൽ ദ ട്രിപ്പ്. ഇഫ് യു ഹെൽപ്ഡ് ഹർ, ഷീ വുഡ് ഹെൽപ്പ് യു. അവളെ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ സഹായിക്കുകയായിരുന്നു. നമ്മൾ സഹായിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇംപ്രോബബിൾ കണ്ടീഷൻസ്. അപ്പോൾ നോക്കുക. ഇവിടെ ഇഫ് യു ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നത് നോക്കുക. വുഡ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നിയമാവലി എന്താണ്? അപ്പോൾ നമ്മൾ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇവിടെ എന്തായാലും V1 തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ക്രിയ എന്തായിരിക്കും? വെർബിൻ്റെ ഒന്നാമത്തെ ഫോം ആയിരിക്കും. ഇവിടെ ഒരു മാറ്റവും. പക്ഷേ ഇവിടെയാണ് സബോർഡിനേറ്റിംഗ് ക്ലോസിൽ മാറ്റം വരും. സബോർഡിനേറ്റിംഗ് ക്ലോസിൽ എന്താണ്? പാസ്റ്റ് ഫോമാണ് വരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് ഫോമാണ്. ഇതാണ് രണ്ടാമത്തെ നിയമാവലി. എന്താണ്? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് വെർബാണെങ്കിൽ, സബോർഡിനേറ്റിംഗ് ക്ലോസ് ഇങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ഇൻവൈറ്റഡ് ഹർ, ഈഫ് പ്ലസ് സബ്ജക്റ്റ് യു ആണ്, ഇൻവൈറ്റഡ് പാസ്റ്റ് ഫോമാണ്, പിന്നെ എന്താണ് വരുന്നത്? സബോർഡിനേറ്റിംഗ് ക്ലോസ് നോക്കുക. ഷീ സബ്ജക്റ്റ്, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ്. അപ്പോൾ ഇവിടെ വുഡാണ് വന്നത്. പ്ലസ് കം എന്താണ്?
V1 ഫോം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് മണി. ഐ ഹാഡ് മണി. ഐ ഡാഷ് യു. ഐ ഡാഷ് യു. വില്ല് ഹെൽപ്പ് ബി. വുഡ് ഹെൽപ്ഡ് സി. വുഡ് ഹെൽപ്പ് ഡി. ക്യാൻ ഹെൽപ്പ്. ഇവിടെ നോക്കുക, ഇവിടെ സബ്ജക്റ്റ് ഹാഡ്. ഹാഡ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാസ്റ്റ് ഫോം ഓഫ് ദി പിന്നെ നമ്മുടെ ഓക്സിലറി വെർബിൽ പാസ്റ്റ് ഫോമാണ് ഏത്? ഹാഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഐ ഹാഡ് മണി. ഇവിടെ ഇതൊരു വെർബായിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. ഐ ഹാഡ് മണി. എൻ്റെ അടുത്ത് മണി ഈഫ് ഐ ഹാഡ് ആണ്. സോറി, ഈഫ് ഐ ഹാഡ് മണി. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ ഡാഷ് യു. ഈഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് യു. അപ്പോൾ എന്താ ഇവിടെ വരിക? വില്ല് ഹെൽപ്പ് വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണുള്ളത്. അപ്പം വില്ല് വരില്ല. ഇവിടെ എന്താ വരിക? വുഡാണ് വരിക. അപ്പോൾ വുഡ് ഹെൽപ്ഡ് വരുമോ? ഹെൽപ്ഡ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? വുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ വെർബിൻ്റെ എന്ത് ഫോം ആയിരിക്കണം? V1 ഫോം ആയിരിക്കണം. അപ്പം എന്താ വരേണ്ടത്? വുഡ് ഹെൽപ്പ് എന്നാണ് വരേണ്ടത്. വുഡ് കഴിഞ്ഞിട്ട് എന്താണ്? V1 ഫോമാണ്. അപ്പം ഐ വുഡ് ഹെൽപ്പ് യു. ഐ വുഡ് ഹെൽപ്പ് യു. ഇപ്പം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉള്ളതിനെ കൊണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ നിയമാവലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ നിയമാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ആണെങ്കിൽ, സബോർഡിനേറ്റിംഗ് ക്ലോസ് പാസ്റ്റ് ഫോം ആണെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഓക്കെ. അപ്പോൾ ഓക്സിലറി വെർബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തായിരിക്കും മനസ്സിലാക്കേണ്ടത്? വെർബിൻ്റെ V1 രൂപമായിരിക്കും. ഇവിടെ പാസ്റ്റ് ആയതിനെ കൊണ്ട് ഇവിടെയും പാസ്റ്റ് ആകില്ല, V2 ആകില്ല. ഓക്കെ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ എന്തായിരിക്കും മനസ്സിലാക്കുക? V1 ഫോം ആയിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഈഫ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ നിയമാവലിയും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് കം. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ വുഡ് ക്യാൻസൽ ദ ട്രിപ്പ്. ഇഫ് യു ഹെൽപ്ഡ് ഹെർ ഷീ വുഡ് ഹെൽപ്പ് യു. ഓക്കെ. ഇനി അടുത്തൊരു കണ്ടീഷൻസ് ഉണ്ട്. ഒരു നിയമാവലിയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈഫ് ക്ലോസ് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ നിയമാവലി എന്താണെന്നുള്ളത് നോക്കുക. അതേ എക്സാമ്പിൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹർ, if you had invited her, she would have come. She would have come. ഇനി അടുത്ത് നോക്കുക. if it had rained. If it had rained, I would have cancelled
cancelled cancelled the trip cancelled the trip. അടുത്ത് നോക്കുക. if you had helped her she would have helped you. നേരത്തെ നമ്മൾ കൊടുത്ത 3 എക്സാമ്പിൾ. if you had invited her she would have come. if it had rained I would have cancelled the trip. if you had helped her she would have helped you. ഇവിടുത്തെ നിയമാവലി എന്തായിരിക്കും നോക്കുക. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബാണ് ഇവിടെ വരിക. നോക്കുക, ഇവിടെ ഹാഡ് ഇൻവൈറ്റഡ് ആണ്. ഇൻവൈറ്റഡ് വെർബിൻ്റെ 3ാമത്തെ രൂപമാണ്. ഓക്കെ, ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. കം, കം, ഇവിടെ ഹാഡ് ഇൻവൈറ്റഡ്. അപ്പോൾ ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദി വെർബാണ്. ഇവിടെ കം, കെയിം, കം, ഇത് 3ാമത്തെ രൂപമാണ്, വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് കം. നോക്കുക, ഇതിൻ്റെ നിയമാവലി നമുക്ക് പരിശോധിക്കാം. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3. കിട്ടുന്നുണ്ടല്ലേ പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ നിയമാവലി ഇങ്ങനെയാണ്. ഈഫ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3, കോമ സബ്ജക്റ്റ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, പാസ്റ്റ് ഫോം, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ഹാഡ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? ഹാവ് വരും. എല്ലാ ഹാഡിനും ഹാവ് അല്ല. നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈഫ് ഐ ഹാഡ് മണി. ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് എന്താണ് ഉപയോഗിച്ചിരുന്നത്? വെർബ് തന്നെയായിട്ടാണ് ഉപയോഗിച്ചത്. ഓക്സിലറി വെർബായിട്ടല്ല, വെർബ് തന്നെയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരിക? വുഡ് ഹെൽപ്പാണ്. ഇത് ഇവിടെ പാസ്റ്റ് ഫോം ഓഫ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ സബ്ജക്റ്റ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈഫ് യു ഹാഡ് സ്റ്റഡീഡ്, if you have studied well, comma, you would
ഹാവ് പാസ്ഡ് ദി എക്സാം. പാസ്ഡ് ദി എക്സാം. നോക്കുക, ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, സോറി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഈഫ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, കോമ സബോർഡിനേറ്റിംഗ് ക്ലോസ് യു വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ്. ഇവിടെ എന്താ ഉപയോഗിച്ചെന്ന് വുഡാണ്. പ്ലസ് ഹാഡിന് പകരം ഇവിടെ എന്താണ്, ഹാവ് ആണ്. ഹാവ് V3 പാസ്ഡ് ദ എക്സാം. ഓക്കെ, അപ്പം if you had studied well you would have passed the exam. ഈ 3 നിയമാവലിയും നമ്മൾ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈഫ് ഉപയോഗിച്ചുള്ള, ഈഫ് ക്ലോസ് ഉപയോഗിച്ചുള്ള ചോദ്യത്തിന് നമുക്ക് 1 മാർക്ക് സുഖമായിട്ട് വാങ്ങാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈഫ് ഷീ ഡാഷ് വെൽ, കോമ ഷീ COULD കുഡ് ഹാവ് ഗോട്ട് she could have got a prize. എന്താണ്, if she dash well she could have got it, അല്ലെങ്കിൽ got prize, got it. അപ്പോൾ ഇവിടെ ഇത് വന്നത് സിങ്സ്, സാങ്, കുഡ്, ഹാഡ്, സങ്. ഇവിടെ എന്തായിരിക്കും, ഈഫ് ഷീ ഡാഷ് വെൽ, ഈഫ് ഷീ ഡാഷ് വെൽ. അപ്പോൾ സിങ്, സാങ്, സങ് അല്ലേ? സിങ്, സാങ്, സങ്. സിങ്ങിൻ്റെ 3 രൂപമാണ് സിങ്, സാങ്, സങ്. അപ്പോൾ ഈഫ് ഷീ ഡാഷ് വെൽ ഷീ കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. ഇവിടെ കുഡ് ഹാവ് ഗോട്ട് എന്ന് വന്നതുകൊണ്ട് കുഡ് ഹാവ് ഗോട്ട് വന്നതുകൊണ്ട് ഇതെന്തായിരിക്കും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നമുക്ക് അന്നേരം ഓർമ്മ വരണം, ഈഫ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഹാവ് ആണ് ഇവിടെ വന്നത്. കുഡ് ഹാവ് ഗോട്ട് V3 ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ഏതാണ്, ഹാഡ് പ്ലസ് സങ് ആണ്. സിങ്ങിൻ്റെ V3 ഫോമാണ് ഇത്, സങ്. അപ്പം if she had sung well she could have got. ഓക്കെ, അപ്പം ഇത്രയും നിയമാവലി, 3 നിയമാവലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ. അപ്പം 3 നിയമാവലി ഒന്നുകൂടി പറയാം. ഒന്നാമത്തത്, ഈഫ് ക്ലോസിൽ ഒന്നാമത്തത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, എന്നുവെച്ചാൽ സബോർഡിനേറ്റീവ് ക്ലോസ് പ്രസൻ്റ് ആണെങ്കിൽ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് കോമ സബ്ജക്റ്റ് പ്ലസ് വില്ല്, മേ, ക്യാൻ, ഷാൾ പ്ലസ് V1 ആണ്. വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കും. ഓർമ്മിച്ച് വെക്കുക. ഇനി രണ്ടാമത്തെ നിയമാവലി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ
ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഏതെങ്കിലും ഒന്ന് പ്ലസ് V1 ആയിരിക്കും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്, ഓർമ്മിച്ച് വെക്കുക. V3 ആണ്. ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും, ഓർമ്മിച്ച് വെക്കുക. സബ്ജക്റ്റ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ. അപ്പോൾ ഈ നിയമാവലി 3 പഠിച്ചു വെക്കുക. കുറേ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും, എന്ത് കിട്ടും? ഈഫ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഈഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം. ഓക്കെ.